ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ഒരു സിമ്പിൾ സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും വീട്ടിലുള്ള ഒരു 4-5 ഐറ്റംസ് വെച്ചിട്ട് വെറും ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റമാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഈ ഒരു ഐറ്റം കഴിച്ചവർ തന്നെ ആയിരിക്കും. നമ്മുടെ ഭാഗത്തൊക്കെ ഇതിന് അറഫ് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന പേര് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണില്ല, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് അറഫ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കുക കേട്ടോ. അത് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. പിന്നെ നെയ്യ് എടുക്കുമ്പോൾ നല്ല ഫ്ലേവറും മണവും ടേസ്റ്റും ഒക്കെ ഉള്ള നെയ്യ് എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഈ ഒരു അറഫിൻ്റെ ടേസ്റ്റും കൂടും കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ നല്ലപോലെ മെൽട്ടായിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ എണ്ണ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മൈദ കരിഞ്ഞു പോവും. ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ഒരു മൈദ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഏതാണ്ട് ഒരു 3-4 മിനിറ്റ് കൊണ്ട് നല്ല സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ. ഈ ഒരു മൈദയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് എണ്ണയിൽ വറുത്തെടുക്കുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, നല്ല സ്മെല്ല് വരാൻ തുടങ്ങും. ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ മൈദ പെട്ടെന്ന് തന്നെ തീ കൂട്ടി വെച്ചിട്ട് ഇളക്കാതെ നിന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. പിന്നെ മൈദ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വേവാതെ ആയിപ്പോവും. അതുകൊണ്ട് ഇതുപോലെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ വേറൊരു കാര്യം, നമ്മളെപ്പോഴും അറഫ് ഉണ്ടാക്കുന്ന സമയത്ത് നെയ്യ് എടുക്കുമ്പോൾ നല്ല മണവും ഒരു ഫ്ലേവറൊക്കെ ഉള്ള പോലത്തെ നെയ്യ് എടുക്കുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ അറഫിന് ടേസ്റ്റ് കൂടും. അപ്പോൾ ഏതാണ്ട് ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്തത് അറഫ് സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രേയോ ബൗളോ അല്ലെങ്കിൽ ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒരു ബോർഡിലോ എന്തിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് അത് മുന്നേ റെഡിയാക്കി വെക്കണം കേട്ടോ. എന്നിട്ടേ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ ബട്ടർ പേപ്പർ വിരിച്ചിട്ട് ഈ ഒരു ബോർഡിലാണ് കേട്ടോ അറഫ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതിലും സെറ്റ് ചെയ്യാം, അങ്ങനെ ഇന്നത് വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇതാകുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയായതുകൊണ്ട് ഇങ്ങനെ കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് അറഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനായിട്ട് ഇവിടെ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാരൻ്റെ അളവ് എന്ന് പറയുന്നത് 1 കപ്പ് വരെ ചേർക്കുക കേട്ടോ. മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഓവർ മധുരമായിട്ട് ചേർക്കുന്നില്ല. അടുത്ത ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പഞ്ചസാരയും വെള്ളവും എടുക്കുമ്പോൾ സെയിം പാത്രത്തിൽ തന്നെ എടുത്തിട്ട് അളക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പഞ്ചസാര നന്നായിട്ട് തിളച്ച് സിറപ്പായിട്ട് നമുക്കൊരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എന്ന് പറയുമല്ലോ, ഒറ്റനൂൽ പരുവം, ആ ഒരു രീതിക്കായിട്ട് കിട്ടണം കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ട് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അറഫ്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വിരൽ കൊണ്ട് ഇതുപോലെ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. കുറച്ച് സ്പൂണിലാക്കി എടുത്തിട്ട് കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ഉണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ. കണ്ടില്ല, ഒറ്റ നൂലായിട്ട് നിൽക്കുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മൈദ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മീഡിയത്തിൽ തന്നെ ഇട്ടിട്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കാൻ വേണ്ട, ഓവർ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞിട്ട് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയത്തിലേക്ക് വെക്കുക. എന്നിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് എടുക്കുക. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. അതുപോലെ മൈദയിൽ കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുക. ഇപ്പോൾ നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി, ഏതാണ്ട് 1 മിനിറ്റ് ടു 2 മിനിറ്റ് വരെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓവർ നല്ലോണം വറ്റുന്നവരെ വെയിറ്റ് ചെയ്യരുത്, അങ്ങനെ പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, നല്ലപോലെ കട്ടയായിപ്പോവും. അപ്പോൾ ഇത് 1-2 മിനിറ്റ് ഇതുപോലെ തിളച്ച് വരട്ടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് പാത്രത്തിൽ നിന്ന് ഇളക്കുന്ന സമയത്ത് മനസ്സിലാകുന്നില്ല, ചെറുതായിട്ടൊന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു രീതിയാകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ച് ഏത് ബൗളിലോ എന്തിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യാൻ ഒഴിച്ച് വെക്കുന്നത് അതിലേക്ക് ഉടനെ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കാരണം കുറച്ചൊന്ന് ചൂടാറട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് കട്ടയായി പോകും. അതുകൊണ്ടാണ് പറയുന്നത്, പ്രത്യേകം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ മുഴുവനായിട്ട്.
അങ്ങനെ നമ്മുടെ അർഫ് റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. ഇനി നല്ലപോലെ ഇതൊന്ന് സെറ്റായി വരട്ടെ. ഏതാണ്ട് ഒരു അരമണിക്കൂറാകുമ്പോഴേക്ക് നന്നായിട്ട് തന്നെ ചൂടൊക്കെ തണിയും, നമുക്ക് കഴിക്കാൻ പാകത്തിനാവും. ആ ഒരു സമയമാകുമ്പോഴേക്ക് ഈ ഒരു ബട്ടർ പേപ്പറിൽ നിന്നൊക്കെ വിട്ട് കിട്ടുകയും ചെയ്യും, നല്ലപോലെ ഉറച്ചിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുവരെ ചൂടൊക്കെ ആറുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ അർഫ് സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ ചൂടാറിയതിന് ശേഷം ബട്ടർ പേപ്പറിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇനി ഇത് കൈ വെച്ചിട്ട് തന്നെ പൊട്ടിച്ച് ഓരോ പീസായിട്ട് ഇട്ടിട്ട് കഴിക്കുക. അപ്പോൾ ഞാൻ ഇതിപ്പം വീഡിയോക്കൊക്കെ ജസ്റ്റ് ഒന്ന് കത്തി വെച്ച് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല ഉറപ്പുള്ള പോലെ തോന്നും, പക്ഷെ അത്രയ്ക്ക് ഉറപ്പൊന്നും ഇല്ല കേട്ടോ. കഴിക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. കുറച്ചൊരു സോഫ്റ്റ് ആയിട്ട്, ഓവർ സോഫ്റ്റ് അല്ല, എന്നാലും കുറച്ചൊരു സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാര്യം മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്